ഹായ് ഫ്രണ്ട്സ്, മുത്തമാലയായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ മുട്ട ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴുകിയിട്ട് മുട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. മഞ്ഞ വേറെ വെള്ള വേറെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ മുട്ട ഞാൻ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഈ മഞ്ഞല്ലേ ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ടൊരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മൂടിയിടാം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ആക്കണം. അത് ഷുഗർ സിറപ്പിൽ കുറച്ച് മുട്ടൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അതിലുള്ള കച്ചറകൾ ഇങ്ങനെ വേറെ ഇങ്ങനെ കിട്ടും കേട്ടാ. എന്നിട്ട് അരിപ്പക്കയിലുണ്ട് ഇങ്ങനെ കോരി കോരി എടുത്ത് മാറ്റാട്ടാ. അപ്പോൾ ഇതാ നമ്മൾ നൂല് വലിക്കാൻ തുടങ്ങിയേ. മുട്ടൻ്റെ നൂല് വലിക്കലാന്ന്. അപ്പോൾ ഇതിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ റോണ്ട് ഇങ്ങനെ 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 ആയിക്കൊടുക്കുമ്പോൾ അത് നൂല് പോലെ ആയി വരും കേട്ടോ. അപ്പം നമ്മൾ ഒരു നല്ലൊരു ഇറുക്കിലൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിനിങ്ങനെ ചില്ലി എടുക്കുക, കോരി എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ഒന്ന് കണ്ടില്ലേ, നല്ല നൂല് പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അപ്പം നല്ല അടിപൊളി മുട്ടമാല കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല രസവും തിന്നാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ഞാനിപ്പോൾ ഇതും കൊണ്ട് വന്നിന്. ഇത് എത്രയോ കാലങ്ങളായി എല്ലാവരും ഉണ്ടാക്കുന്നത്, പക്ഷെ അറിയാത്തവരുണ്ടേ. ഇത് കുഞ്ഞാണത്തപ്പം എന്ന് പറയും. മുട്ടൻ്റെ വെള്ളനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. മുട്ടൻ്റെ വെള്ളയിൽ കുറച്ച് പാൽപ്പൊടി ചേർക്കാം. പിന്നെ മുട്ടൻ്റെ നൂല് വലിച്ച ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതും കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മധുരം നോക്കിയിട്ട് അടയെത്താം. പിന്നെ കുറച്ച് ഏലക്കായ് പൊടിച്ചത് അതും കൂടി മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് പിന്നെ പശു നെയ്യ് ഉണ്ടല്ലോ ഒരു പാത്രത്തിൽ ആക്കിയതിന് ശേഷം അത് വെച്ചിട്ട് ആവിക്ക് വെച്ചെടുക്കാം. അപ്പം നമുക്ക് ഏത് ഷേപ്പിലും മുറിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, ദീർഘചതുരോ സമചതുരോ എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബായ്.